നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന്റെ കാരണം നീയാണ്. നീ ഒരുത്തി മാത്രം. അരുൺ ചുമ്മാ വായത്തോന്നും വിളിച്ച് പറയല്ലേ. ഇതിന്റെ ഒടുക്കത്തെ വണ്ണവും PC യുടെ തന്നെ എല്ലാത്തിനും കാരണം, അല്ലാതെ വേറൊന്നുമല്ല. എന്താണ് മൊബൈലിൽ നോക്കി ഒരു ചിരി? നീ നോക്കിയേ, എന്ത് രസമായിട്ടല്ലേ അവരത് കാണിക്കുന്നത്. രേണു, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി കാണിച്ചതൊന്നുമില്ല. എനിക്കറിയാം കാരണം ഒരു കുഞ്ഞിനെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. നമ്മൾ കഴിഞ്ഞ 6 മാസമായിട്ട് ട്രൈ ചെയ്യുന്ന എല്ലാവരും, എന്നിട്ടും നീ വെറുതെ ഈ കാര്യം കൊടുത്ത് ടെൻഷൻ അടിക്കാതെ. നമുക്ക് അതിന് മാത്രമുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവേണ്ട സമയത്ത് അങ്ങ് ഉണ്ടായിക്കൊള്ളു. ഇനിയിപ്പോൾ എൻ്റെ PCOD വണ്ണമൊക്കെ ആയിരിക്കും അരുൺ കാരണം. ഓ പിന്നെ, ഇവിടെ വണ്ണമുള്ളവരാരും പ്രസവിക്കുന്നില്ലല്ലോ. നീ വെറുതെ ആവശ്യമില്ലാത്ത ആലോചിച്ച് കൂട്ടല്ലേ. അരുൺ, നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് വേണം അരുൺ. ഇനി എനിക്കാണ് എന്തെങ്കിലും പ്രോബ്ലം എങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാമല്ലോ. ശരി, ഇനി നിനക്ക് അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറെ പോയി കാണാം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, പോയി വല്ലതും കഴിക്കാൻ എടുത്ത് വയ്ക്കും. ചെല്ലേ ചെല്ലേ. നമ്മുടെ ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ ചില ട്രീറ്റ്മെൻറ്റുകളുടെ ആവശ്യമുള്ളൂ. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ രേണുക അഡ്മിറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ? അല്ല, രേണുക അഡ്മിറ്റ് ആവേണ്ട ആവശ്യം എന്താണ്? അല്ല, ഡോക്ടറല്ലേ പറഞ്ഞത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഞാൻ ആർക്കാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ പറയും മുമ്പേ രേണുവയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങളങ്ങ് തീരുമാനിച്ചു. അല്ല, അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ റിസൾട്ടിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത് രേണുവയ്ക്കല്ല, അരുണിൻ്റെ റിസൾട്ടിലാണ്. എനിക്കോ? എനിക്കെന്ത് പ്രശ്നം? ഡോക്ടറോട് അനാവശ്യം പറയല്ലേ. അരുണിങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല. അരുണിൻ്റെ സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറവാണ്. എന്നാൽ അതങ്ങനെ പേടിക്കാനും മാത്രമുള്ള പ്രശ്നമല്ല. കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനും പ്രോപ്പറായിട്ടൊരു കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഏറെക്കുറെ പ്രശ്നം പരിഹരിക്കാം. എന്തായാലും അരുണൊരു 2-3 ടെസ്റ്റ് കൂടെ ചെയ്യണം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഫൈനലൈസ് ചെയ്യാം. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പേ പ്രശ്നം ആർക്കാന്ന് ആദ്യം കണ്ടുപിടിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഒക്കെ ആയിരിക്കും. എന്ത് ഹോസ്പിറ്റല്? ഇവിടുത്തെ ടെസ്റ്റുകളൊന്നും ശരിയൊന്നുമില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. അരുൺ ഏത് ആശുപത്രിയിൽ പോയാലും ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഇവിടെ കിട്ടിയ റിസൾട്ട് തന്നെയാണ് ഇനിയും കിട്ടാൻ പോകുന്നത്. ഇനി അതല്ല, അരുണൊരു സെക്കൻഡ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. എനിക്കെന്തായാലും അത് തടയാനുള്ള അവകാശമില്ലല്ലോ. അതിനെ എനിക്ക് തൻ്റെ അനുവാദം ആവശ്യമൊന്നുമില്ല. നീ വരുന്നുണ്ടോ? ഓരോരുത്തർ ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചേക്കണം. ഡോറടക്കി. നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൂടെ പോവാം. ഞാൻ എന്തായാലും ജയറാമനൊന്ന് കാണുന്നുണ്ട്. അവൻ ഈ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലായതുകൊണ്ടേ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ സജസ്റ്റ് ചെയ്യും. അരുൺ, നിങ്ങൾ എന്താ ഹോസ്പിറ്റലിൽ കാണിച്ചത്? എന്തായാലും മോശമായിപ്പോ കേട്ടോ. പിന്നെ ആ ഡോക്ടർ ഓരോ പൊട്ടത്തരം പറയുന്ന കേട്ടോണ്ട് ഞാൻ അവിടെ ഇരിക്കണമായിരുന്നെന്നാണ് നീ പറയുന്നത്.
അതിന് ഡോക്ടർ പറഞ്ഞ പൊട്ടത്തരാണെന്ന് നിങ്ങൾക്ക് എന്താ എത്ര ഉറപ്പ്? അല്ല നീ എന്താ നീ പറഞ്ഞു വരുന്നത്? ഞാൻ എന്താ പറയണെന്ന് അരുൺ ഇതുവരെ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് എന്താ കുഴപ്പമുണ്ടെന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേ? ടെസ്റ്റിൽ അങ്ങനെയല്ലേ വന്നത്. അപ്പൊ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് നടത്താൻ അരുൺ എന്താ എത്ര കുഴപ്പം? എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം വരാൻ ഒരു സാധ്യതയില്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ പിന്നെ എനിക്കാണോ പ്രശ്നം? ആയിരിക്കും. ഇത്രയും നാളെ നീ അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നിനക്കാണ് കുഴപ്പമൊന്നും. അപ്പൊ എനിക്ക് കുഴപ്പമുണ്ടെന്ന് എഴുതിയാണല്ലേ ഹോസ്പിറ്റലിൽ വരാൻ തയ്യാറായത്? ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഡോക്ടറെ കാണാൻ ടെസ്റ്റിനൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയ. ഇതിപ്പോ എനിക്കല്ല പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അരുൺ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന്റെ കാരണം നീയാണ്. നീ ഒഴിച്ച മാത്രം. അരുൺ ചുമ്മാ വായി തോന്നുന്നു വിളിച്ച് പറയല്ലേ. ഇതിന്റെ ഒടുക്കത്തെ വണ്ണവും PC യുടെ തന്നെ എല്ലാത്തിനും കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. അമ്മ ഞാൻ ഇറങ്ങണേ. കാപ്പ് കുടിക്കണില്ലേ? വേണ്ട, എനിക്ക് വിശപ്പില്ല. അവള് രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ. കഷ്ടപ്പെട്ടുണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കിയവരെ തിന്നോളൂ. എന്തു പറ്റിടാ അരുണേ? എന്തു പറ്റിടാ? എന്താടാ? എന്താ അരുൺ എന്തു പറ്റി? എൻ്റെ പൊന്നളിയാ, മന്ദൻ്റെ ആയതുകൊണ്ട് തറയിൽ നിൽക്കാൻ പോലും സമയമില്ലാതെ ഓട്ടാ. പിന്നെ നീ വിളിച്ചോണ്ട് മാത്രമാണ് ഞാൻ വന്നത്. നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? എടാ, കാര്യം ഞാൻ പറയാം, പക്ഷെ നീ അത് വേറെ ആരുടെ അടുത്തും പറയരുത്. എന്താടേ, നീ ആരെങ്കിലും കൊന്നാ? എടാ, തമാശകളാ. ചെറുപ്പം പോലെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്തല്ലേ പറയാറുള്ളൂ. എടാ, പിന്നെ സസ്പെൻസ് ഇടാൻ നീ കാര്യം പറ. മോൾ ഇങ്ങനെ കിടന്ന് വിഷമിക്കാതെ. ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. അമ്മ, എനിക്ക് അരുണിൻ്റെ കൂടെ വഴക്കുണ്ടാക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. പക്ഷെ അരുൺ എന്തിനെപ്പോഴും എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നു? മോൾക്കൊരു കാര്യം അറിയോ? എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് അരുണുണ്ടായത്. അന്ന് കൊച്ചുണ്ടാകാൻ ഇത്രയും താമസിച്ചുകൊണ്ട് എൻ്റെ അമ്മായിയമ്മയും നാട്ടുകാരും എന്നെയാണ് കുറ്റം പറഞ്ഞത്. ഇല്ലേലും ഈ വക കാര്യങ്ങൾക്ക് നമ്മൾ പെണ്ണുങ്ങളെയല്ലേ എല്ലാവരും കുറ്റം പറയുള്ളൂ. ഇതിപ്പോൾ അരുണിനാണ് പ്രശ്നമെന്ന് അറിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് മോളുടെ അടുത്ത് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അല്ലാതെ മോളുടെ അടുത്ത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും ആവശ്യം ഒരു കുഞ്ഞിനെയാണ്. ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ തമ്മിൽ കുറ്റം പറഞ്ഞിട്ടിരുന്ന അവൻ്റെ തെറ്റ് അവന് ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ട് മോള് ഈ സമയത്ത് അവൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് ഉടായ്പല്ലാത്തൊരു ഡോക്ടറെ നീ ഒന്ന് സജസ്റ്റ് ചെയ്താ. എടാ, നിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി.
നീ ഇപ്പോൾ സംസാരിക്കണ കേൾക്കുമ്പോൾ ഒരു 3-4 വർഷം മുമ്പുള്ള എന്നെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ ആരെയും കല്യാണം കഴിഞ്ഞ് 2.5 വർഷത്തിന് ശേഷമാണ് ദക്ഷമോള് ഞങ്ങൾക്ക് ഉണ്ടായെന്ന് നിനക്കറിയാമല്ലോ. ആ, അത് ആര്യയുടെ പ്രൊമോഷൻ സമയമായിരുന്നുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾ പതുക്കെ മതിയും തീരുമാനിച്ചതിൻ്റെ പേരിലല്ലേ? അത് ആര്യ നിന്നോട് പറഞ്ഞ കഥ. കല്യാണം കഴിഞ്ഞ് കുറേ നാളായിട്ടും കുട്ടികളൊന്നും ഉണ്ടാകത്തോണ്ട് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പ്രശ്നം എനിക്കാണെന്ന് മനസ്സിലായത്. അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്കിന്ന് ജീവിതത്തിൽ ഒരിക്കലും കുട്ടികളുണ്ടാവില്ലെന്ന്. അത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നീ ഇതെന്തോന്നൊക്കെയാണ് പറയുന്നത്? കുട്ടികളുണ്ടാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആദ്യം അത് ഉൾക്കൊള്ളാൻ എനിക്കും പറ്റിയില്ല. പിന്നെ വിശ്വാസമില്ലാത്ത ഡോക്ടർ ആയതുകൊണ്ട് വേറെയും കുറേ ഡോക്ടർമാരെ കാണിച്ചു, കുറേ ടെസ്റ്റ് നടത്തി, കയ്യിലുള്ള കുറേ കാശും കളഞ്ഞു. അവസാനം എല്ലാ റിസൾട്ടിലും എനിക്കാണ് പ്രശ്നമെന്ന് കൺഫേമായി. നമ്മൾ ആണുങ്ങൾക്ക് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അത് വലിയ കുറച്ചിലല്ലേ. അവസാനം ആ ഫ്രസ്ട്രേഷൻസൊക്കെ ഞാൻ ആര്യോട് തീർക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയ മണ്ടത്തരം നീയെങ്കിലും കാണിക്കരുത്. ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് നടന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പണ്ടേ തീർന്നേനെ. എടാ, ഇപ്പം ഈ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസൊക്കെ കോമണാണ്. അതിപ്പം ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സംഭവിക്കാം. നീ എന്നോട് പറഞ്ഞില്ലേ ഉഡായിപ്പ് ഡോക്ടറെന്ന്? ആ ശ്രീദർശ് ഡോക്ടർ തന്നെയാണ് ഈ ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റ്. എന്നെയും ട്രീറ്റ്മെൻറ്റ് എടുത്തത് പുള്ളിയാണ്. പിന്നെ നിനക്ക് ആ ഡോക്ടർ പറ്റൂലല്ലോ. ഇനി അതല്ല, നിനക്ക് വേറെ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. എന്താ പറയുന്നു? അരുൺ ആ ഡോക്ടറെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് വേറെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വേറെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനൊന്നും പോകണ്ട. നമുക്ക് പുള്ളിയുടെ അടുത്ത് തന്നെ പോവാം. ഇന്നലെ ഡോക്ടർ അത് പെട്ടെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നിന്നെ കുറ്റപ്പെടുത്തണമെന്ന് വിചാരിച്ച് പറഞ്ഞതൊന്നുമല്ല. പക്ഷെ അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സോറി. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാവും. അതിലെത്ര നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്താനായിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതും അതിനുവേണ്ടി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിപ്പോൾ ഹാപ്പിയാണ്. പക്ഷെ കുറച്ചുകൂടെ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ SKJ ഡോക്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മാത്രമല്ല നിങ്ങളുടെ റിയൽ ലൈഫ് സ്റ്റോറീസ് ഞങ്ങൾ അവിടെ ഷെയർ ചെയ്യുകയും ചെയ്യാം. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നൽകുന്ന